എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ്. ഞാൻ മുമ്പ് ബാഗുകൾ കാണിച്ചിരുന്നപ്പോ പലരും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നിരുന്ന ബാഗുകൾ കുറച്ച് പീസുകളൊക്കെ അതിൽ റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കാം. ഫസ്റ്റ് വരുന്ന ബാഗ് ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. ഇതൊരു ലൈറ്റ് ഷാമ്പയിൻ പിങ്ക് കളറാണ്. ഇത് ഓൺഗോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാഗുകളാണ്. ഇത് നമുക്ക് ഒരുപാട് ലെങ്ത് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷോൾഡറിൽ നീട്ടിടാൻ പറ്റില്ല. ഇത് ഇങ്ങനെ നമുക്ക് ജോലിക്കാർക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ സ്ട്രാപ്പിന് ഇത്രയ്ക്കാണ് നീളം വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈനും ഇല്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നില്ലല്ലോ, ഞാനല്ലേ അത് കാണുന്നത്. അതുകൊണ്ട് അത് അത്രയ്ക്കും സോഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ സ്ട്രാപ്പ് വരുമ്പോ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോ ഇതുപോലെ ഒരു ക്ലിപ്പിന്റെ ഉള്ളില് കിടക്കുന്നതാണ്, ലോക്ക് ആക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെ വന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോ ഇതുപോലെ ലോക്കാണ്. പിന്നെ ഇതിന്റെ ഉള്ളില് ഒരു സെന്റർ സിബ് തുറന്നു കഴിയുമ്പോ അയ്യോ ഇത് ലെങ്ത്തിൽ ഇടാൻ പറ്റൂട്ടോ. ഇതിനുള്ള നീളത്തിലുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് സെന്ററിൽ ഒരു സിബും ഒരു പോക്കറ്റും, അത് കൂടാതെ 2 കള്ളിയാണ് ഉള്ളത്. നല്ല സ്പേഷ്യസ് ആണ്. ഇത് നോക്കൂ, എത്രമാത്രം സ്പേഷ്യസ് ആണ് ഇതിന്റെ ഉൾഭാഗം. ഇതിന്റെ സൈഡിൽ ഒരു പോക്കറ്റും സിബും ഉണ്ട്. ഇതില് നമുക്ക് വെള്ളം കുപ്പി, 3 ഫോൾഡിന്റെ കുട, 600 ml 700 ml വെള്ളം കുപ്പി, എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2 ജോഡി ഡ്രസ്സൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചപ്പോ ഇതില് 3-4 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ ഷെയ്ഡുകൾ ഒന്നും അവൈലബിൾ അല്ല. ആകെ ഈ ഒരു ഷാമ്പയിൻ പിങ്ക് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇത് ഓഫീസ് ജോലിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതുപോലെയാണ് ഇതിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൽ കുറെ കളേഴ്സുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ നേവി ബ്ലൂ ഷെയ്ഡ് മാത്രമാണ് ഉള്ളത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ 2 പോക്കറ്റ് ആണ് ഉള്ളത്. ഇവിടെയും ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് പൈസയോ കോയിനോ അങ്ങനെയൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിന് ഇങ്ങനെയുള്ളൊരു പിടുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. ലെങ്ത്തിൽ ഇടാനായിട്ടുള്ളതില്ല. കണ്ടോ, ഇതുപോലെ കിടക്കുന്ന ഒരു ബാഗാണ്. കുറെ നീളത്തിൽ ഇടാനായിട്ടുള്ള സ്ലിങ് ഇല്ല. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ആണ് ഉള്ളത്. കണ്ടോ, ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇത് തുറക്കുമ്പോ ഇതിൽ 2 കള്ളിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു കള്ളി, ഇങ്ങനെ ഒരു കള്ളി. നല്ല സ്പേഷ്യസ് ആണ്. ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, ഒരു കള്ളിയുടെ സ്പേസ് നോക്ക്. നല്ലതുപോലെ നമുക്ക് സാധനങ്ങൾ വെക്കാം. 3 ഫോൾഡിന്റെ കൂടെ 650 ml വെള്ളം കുപ്പി, പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവാണെങ്കിൽ 2 ജോഡി ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ ഉള്ളിൽ പിന്നെ വേറെ എക്സ്ട്രാ ഒരു സിബും പോക്കറ്റും ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഇതിപ്പോ ഞാൻ ഒരു കള്ളിയിലത്തെ പേപ്പറുകളാണ് എടുത്തു കളഞ്ഞത്. ഇതുപോലെ തന്നെ ഇപ്പുറത്തും വേറൊരു കള്ളിയുണ്ട്. അപ്പൊ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഓഫീസിൽ പോകുന്നവർക്ക് പേപ്പറുകളും എന്തെങ്കിലും ഫയലുകളോ എല്ലാം വെക്കാനായിട്ട് പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650, 650. ഈ ബാഗും നല്ലതുപോലെ കണ്ടോ, ഞാൻ പിടിക്കുമ്പോ കാണണല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു ബാഗ് തന്നെയായിരുന്നു. അന്നും ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്ന ഒരു ബാഗാണ്. ഇതിൽ കുറച്ച് കളേഴ്സ് അധികം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇതിൽ ആകെ 2-3 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനത് കിട്ടിയത് കൊണ്ടുവന്നു മാത്രം. അപ്പൊ ഇത് ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ കാണിച്ച ബാഗുകൾക്കൊക്കെ ഇത് ഇങ്ങോട്ട് വിട്ട് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലുള്ളതാണ്. ഇതിൽ നമുക്കിപ്പോ നമ്മളുടെ ഒരു ബുക്കൊക്കെ കൊള്ളും, അങ്ങനത്തെ നീളത്തിലുള്ള ബാഗാണ്. ഇത് കോളേജ് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് ഹാഫ് ആൻഡ് ഹാഫ് ആണ്. ഹാഫ് പോർഷൻ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, ഇപ്പുറത്തെ ഭാഗം ഒരു വെൽവെറ്റിന്റെ ഒരു ടെക്സ്ചർ ആണ് ഇപ്പുറത്തെ ഭാഗത്തിന് വന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ട് സൈഡ് ആണ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ബാക്കില് ഒരു സിബ്,
ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിന് രണ്ട് പോർഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാ ഇതുപോലെ രണ്ട് പോർഷൻ. ഇതിന്റെ അത് ഒരു സൈഡില് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത്രയും കള്ളി, ഇത് ഇത്രയ്ക്കും സ്പേസ് ഇതിന്റെ അകത്തുണ്ട്. ഇതിലും നല്ലതുപോലെ സാധനങ്ങൾ കൊള്ളുന്നതാണ്. നമുക്ക് യാത്ര പോകുമ്പോൾ ഡ്രസ്സ് വെക്കാം, അതല്ലെങ്കിൽ വെള്ളം കുപ്പി, പിന്നെ 3 ഫോൾഡിന്റെ കുട എല്ലാം ഇതിലും കൊള്ളുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ ഇതാ വീണ്ടും ഒരു സിബും ചെറിയൊരു പോക്കറ്റും ഉണ്ട്. അപ്പൊ ഇതും അത് നമുക്ക് ഓഫീസ് ജോലിക്കാർക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480, 480. ഇപ്പൊ കാണിച്ചത് ഒരു കോഫി ബ്രൗണും ഇപ്പുറത്ത് ഇങ്ങനത്തെ ഷെയ്ഡ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് വിത്ത് പീകോക്ക് ബ്ലൂ. കണ്ടോ, ഇങ്ങനെയാണ് അടുത്തത്. പിന്നത്തത് വന്നിരിക്കുന്നത് കാപ്പിപ്പൊടി തന്നെ. കാപ്പിപ്പൊടിയില് ലൈറ്റ് ഷെയ്ഡാണ് ഇത്. ഈ ഭാഗം ഒരു വെൽവെറ്റിന്റെ ഒരു ടെക്സ്ചർ ആണ് തൊടുമ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കാപ്പിപ്പൊടിയിൽ 2 ഷെയ്ഡ്, ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 480. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് മുമ്പ് ഞാൻ കാണിച്ചിരുന്ന ഒരു ബാഗ് തന്നെയാണ്. അന്നും ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ വീണ്ടും കിട്ടിയ കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് MK എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, മൈക്കൽ കോറിന്റെ ഇതൊരു ബ്രാൻഡാണ്. അവരുടെ ആ പാറ്റേൺ കണ്ട് അതിൽ ഇൻസ്പയർ ആയിട്ട് മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന ഒരു ബാഗാണ്. ഇത് ഇമ്പോർട്ടഡ് ബാഗാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, മൈക്കൽ കോറിന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. പക്ഷെ ഇത് ഒറിജിനൽ അല്ല, ഇത് ഫസ്റ്റ് കോപ്പിയാണ്. മൈക്കൽ കോറിന്റെ ഫസ്റ്റ് കോപ്പിയാണ് ഈ ബാഗുകൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ്. ഇതിന്റെ വാർ എന്ന് പറയുന്നത് ഇതാ ഉരുണ്ടിരിക്കുന്ന ഒരു വാറാണ്, ഉരുണ്ട വാറാണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബീറ്റ്റൂട്ട് ഷെയ്ഡാണ്. ഇനി ഇതില് സെന്റർ പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതിന് ലെങ്ത് ഉണ്ട് കേട്ടോ. സ്ലിങ് നല്ല നീളത്തിൽ ഇടാനുള്ള സ്ലിങ് ഇതിന്റെ അകത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതില് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതില് 2 കല്ലിയാണ് വരുന്നത്. ഒരു കള്ളിയിലത്തെ പേപ്പറുകളാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നല്ലോണം സ്പേസ് ഉള്ളതാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ വെള്ളം കുപ്പിയും 3 ഫോൾഡിന്റെ കുട, ഒരു ജോഡി ഡ്രസ്സ് എല്ലാം നമുക്ക് ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇതിന്റെ സെന്ററിൽ ഒരു പോക്കറ്റ് ആയിട്ടുള്ള ഒരു സിബോർഡ് കൂടിയ ഒരു പോക്കറ്റ് അവൈലബിൾ ആണ്. ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും പോർഷൻ ഇപ്പുറത്തെ കള്ളിയിലും അവൈലബിൾ ആണ്. ഇതിന്റെ അടിഭാഗം കണ്ടോ, അപ്പൊ ഇത്രയും പോർഷൻ, ഇത്രയും സ്പേസ് ഇതിന്റെ ഉള്ളിലും അവൈലബിൾ ആണ്. അപ്പോ ഈ ബാഗിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1030, 1030. ഇപ്പൊ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു ബീറ്റ്റൂട്ട് ഷെയ്ഡാണ്. ഇനിയത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ, പൗഡർ ഗ്രേ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ. പിന്നത്തെ കളർ ആണെങ്കിൽ സൂപ്പർ കളറ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 കളറുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു യാത്ര പോകുമ്പോഴോ പാർട്ടിക്ക് പോകുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാം. കാരണം ഇത് പെട്ടെന്ന് കണ്ടാൽ ഇത് ബ്രാൻഡഡ് ബാഗാണെന്ന് തന്നെയാണ് തോന്നുള്ളൂ. പക്ഷെ ബ്രാൻഡ് അല്ല, ഫസ്റ്റ് കോപ്പിയാണ്. അപ്പോ ഇങ്ങനെയാണ് ഈ 4 ഷെയ്ഡുകളിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1030. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇതും ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ബാഗില് ഒരു ബാഗ് തന്നെയാണ്. ഇത് കാറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ പിടിക്കുമ്പോൾ മനസ്സിലാവണില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ ബാഗിന് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിന് 2 കള്ളിയാണ്. ഇപ്പൊ ഇതിന്റെ അടിവശം കണ്ടോ, ഇങ്ങനെ 2 കള്ളി, അതുപോലെ 2 പോർഷൻ കാണുന്നത് പോലെ തന്നെ ഇതിന് ഇത് ഒരു പോർഷൻ. ഇതില് നമുക്ക് 3 ഫോൾഡിന്റെ കുട, വെള്ളം കുപ്പി എല്ലാം വെക്കാം. ഇപ്പുറത്ത് വേറെ ഒരു ഇവിടെ വേറൊരു കള്ളി. അപ്പൊ ഇതുപോലെ 2 സ്പേഷ്യസ് ആയിട്ടുള്ള 2 കള്ളിയുണ്ട്. പിന്നെ ഈ 2 കള്ളിയുടെ നടുവിൽ കണ്ടോ പ്രസ് ബട്ടൺ ആണ്. ഇങ്ങനെ തുറക്കുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എളുപ്പത്തിന് എടുക്കാനായിട്ട് ഈ സിബ് ഒന്നും തുറക്കേണ്ട കാര്യമില്ല. നമ്മളുടെ മൊബൈല് ഇതിന്റെ ഉള്ളിലേക്ക്, മൊബൈലോ വേറെ എന്തെങ്കിലും സാധനം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഈ 2 പോർഷനും കൂടി ഇതിങ്ങനെ അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു സിബ് ഉണ്ട്. ഇത് നല്ലൊരു റോയൽ ലുക്ക് ഉള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ബാഗാണ്.
കാറ്ററിന്റെ ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150, 1150. ഇതില് ഈ ഒറ്റ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, കാപ്പിപ്പൊടി കളറ്. ഇതിലാണ് നമ്പർ ഓഫ് പീസസ് ഉള്ളത്. അപ്പോ ഇത് നല്ലൊരു ബാഗാണ്. നമുക്ക് ഓഫീസിലേക്ക് ആയാലും അതല്ലെങ്കിൽ നമുക്ക് ഒരു യാത്രയ്ക്ക് ആയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1150. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്ന ബാഗ് തന്നെയായിരുന്നു. കിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ അറകളുണ്ട്. നമുക്ക് ഓഫീസിലേക്ക് അതല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഇവിടുത്തെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പരന്ന് വന്നിട്ട് ഇത്ര വരെ ഇങ്ങനെ പരന്ന് വന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതും നല്ല സോഫ്റ്റ് ആണ്. ഇതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബാഗാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇനി ഇതിൽ കുറെ കള്ളികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. ഇതിങ്ങനെ നിൽക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു സിബാണ്. ഈ സിബ് തുറന്നു കഴിയുമ്പോൾ ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ അടുത്തത് ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു സിബ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇത്രയും പോർഷൻ ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കണില്ലേ, ഇതിന്റെ ഉള്ളിലും വീണ്ടും ഒരു കള്ളിയാണ്. ഇത്രയ്ക്കുണ്ട് ഇതിന്റെ സ്പേസ്. അപ്പൊ തന്നെ പുറത്ത് 3 പോർഷൻ ആയിട്ടോ, 3 പോക്കറ്റായി പുറത്ത് തന്നെ. ഇനി ഇത് സെന്ററിലെ ബട്ടൺ തുറന്നു കഴിയുമ്പോൾ, സെന്റർ ബട്ടൺ തുറക്കല്ല, ഇത് 2 കള്ളിയായിട്ട് തന്നെയാണ്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ പുറമേന്ന് നോക്കുമ്പോ തന്നെ ഇതില് 2 കള്ളിയുണ്ട്. ഇനി ഈ കള്ളി തുറന്നു കഴിഞ്ഞാല് ഇതിലാണെങ്കിൽ ഇഷ്ടം മാതിരി സ്പേസാ. നോക്ക്, ഒരു കള്ളി തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തുമാത്രം സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ കണ്ടോ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇനി ഇപ്പുറത്തെ കള്ളി തുറന്നാലും അതുപോലെ തന്നെ ഇത്രമാത്രം സ്പേസ് ആണ് ഈ ബാഗിന്റെ ഉള്ളിലുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗ്. കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. നല്ലതുപോലെ സ്പേസ്, ഇഷ്ടം പോലെ അറകളാണ്. മൊത്തത്തില് 3, 2, 5 അറയുണ്ട് ഈ ബാഗിന്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930, 930. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഓഫീസ് ബാഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഡിസൈൻ കണ്ടോ, പുറമേ ഉള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാലേ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഗ്രേയിൽ തന്നെ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതില് ഗ്രേയുടെ കൂടെ ഒരു ലൈറ്റ് ലാവൻഡറിന്റെ കൂടിയും ഒരു ചെറുതായിട്ടൊരു ടിന്റ് കയറി വരുന്നത് കൊണ്ട് നമുക്ക് ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഇങ്ങനെ, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്ട്രാപ്പ് കേട്ടോ, ലെങ്ത്തിൽ ഇടാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിൽ 2 കള്ളിയാണ് വരുന്നത്. ഇതിൽ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലും ഒരു പോക്കറ്റ്, സിബോട് കൂടിയ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഒരു ഭാഗത്തെ പേപ്പറുകൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ 3 ഫോൾഡിന്റെ കൊട, 650 ml വെള്ളം കുപ്പി, 650 ഞാൻ പറയണത് കേട്ടോ, 750 ml വെള്ളം കുപ്പി ഇതിൽ കൊള്ളും. അങ്ങനെ നല്ല എങ്ങോട്ടെങ്കിലും യാത്ര പോവാണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് എല്ലാം നമുക്ക് വെച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750, 750. ഇനി ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് ഗ്രേയും നല്ലൊരു കളർ എന്ന് പറഞ്ഞില്ലേ, അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 750. ഇത് കുറെ മുമ്പ് ഞാൻ കാണിച്ചിരുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇപ്പോഴും ഇതിന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കിട്ടിയ പീസുകൾ കൊണ്ടുവന്നു എന്ന് മാത്രം. അപ്പൊ അന്ന് കാണിച്ചപ്പോ കുറെ ഷെയ്ഡുകൾ അതിൽ കാണിച്ചായിരുന്നു. ഇപ്പൊ ആകെ 2 ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ ആദ്യം വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ബ്രൗണും ആണ്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അടിഭാഗം ഇങ്ങനെ വീതി കുറവും നീളം കുറവും, മുകളിലേക്ക് വരുമ്പോ കുറച്ചിങ്ങനെ നീളം കൂടിയതും. ഇതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആണ് ഇതുപോലെ. ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ എന്താ പറയാ, ഒരു മാതിരി ഒരു ഡിസൈൻ ആണ് ഇതിന്റെ. ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്, ഒരു സിബ് ഉള്ള ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതിൽ 2 കള്ളികളാണ് കണ്ടോ. ഒരു കള്ളി, അടുത്ത കള്ളി, ഇങ്ങനെ 2 കള്ളിയാണ്. അതില് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഇതിലും വെള്ളം കുപ്പികളിലും 3 ഫോൾഡിന്റെ കുടകളിലും എങ്ങോട്ടെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോൾ ഡ്രസ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വെക്കാം. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്
715. ആദ്യം 715. ആദ്യം ഞാൻ കാണിക്കുന്ന കളറ് ഒരു ബ്ലൂ വിത്ത് മെറൂൺ, ഡാർക്ക് നേവി ബ്ലൂ അല്ലാട്ടോ, ഒരു പൗഡർ ബ്ലൂവിന്റെ ഷെയ്ഡാണ്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ വിത്ത് കോഫി ബ്രൗൺ തന്നെ വാറിന്റെ കളർ വന്നിരിക്കുന്നത്. ഇങ്ങനെ 2 ഷെയ്ഡുകളിൽ മാത്രമാണ് ഈ ബാഗുകൾ ഇപ്പൊ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 715. നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ച് ബാക്ക് പാക്ക് ആണ്. ഇത് ഇതുപോലെ പിടിക്കാം, ഇതിന്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് ബാക്കിലിടാം. പിന്നെ അതല്ല ഷോൾഡറിൽ മാത്രം ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇതിന്റെ ഈ 2 സൈഡില് ഇതുപോലെ ചെറിയ ഒരു പൗച്ച് പോലെ ഉണ്ട്. ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഫ്ലാപ്പ്. ആ ഫ്ലാപ്പില് ഇതുപോലെ ഒരു റോസപ്പൂവിന്റെ ഒരു ഡിസൈനിൽ ത്രെഡ് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് ഒരു പോക്കറ്റ് ഉണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ ഇവിടെ 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു കള്ളി, ഇതൊരു കള്ളി. ഇതില് രണ്ടിലും നല്ലോണം സ്പേസ് ഉണ്ട് ഉള്ളില്. കാണുമ്പോൾ നമുക്ക് ചെറിയ ബാക്ക് പാക്ക് ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിലും ഇതില് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുന്ന ഒരെണ്ണാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 620, 620. ഇത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇതിന്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്ലാപ്പ് ഒക്കെ അങ്ങനെ തന്നെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കാണ്. അത് മാത്രമാണ് വ്യത്യാസം, ഡിസൈനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് ഒരു വെരി വെരി ലൈറ്റ് ലാവൻഡറും ഗ്രേയും കൂടി മിക്സ് ചെയ്തൊരു കളറ്. ഇതിന്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ട്. ഈ ഫ്ലാപ്പുമ്പോ തന്നെ ഒരു പോക്കറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം സ്പെസിഫിക്കേഷൻ ആണ്. ഈ പുറമേ ഉള്ള ഡിസൈൻ മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 620. ബാഗ് എന്ന് പറയുന്നത്, ഇത് ബാഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പേഴ്സ് എന്നാണ് അതിനെ പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഷോൾഡറിൽ ഇങ്ങനെ കണ്ട സ്ലിങ് കണ്ട നല്ല ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്പേസാ. ഇതിപ്പോ പുറത്ത് ഇത് ആദ്യം ഇതിന്റെ ഡിസൈൻ കാണിക്കട്ടെ. ഇത് ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. ഇതുമാരത്തെ ഒരു ഡിസൈൻ കണ്ട ഞാൻ പറയാറുള്ളത് പോലെ ഒരു മാർബിൾ പ്രിന്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ്. ഇത് ലൈറ്റ് പീച്ച് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതില് കണ്ടോ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഇതൊരു കള്ളി. പിന്നെ ഇവിടെ വീണ്ടും ഒരു കള്ളി, ഇതിന്റെ ഉള്ളില് സിബും പോക്കറ്റും ഉണ്ട്. ഇനി ഈ 2 കള്ളിയുടെ നടുവില് കണ്ട വേറൊരു സ്പേസ്. ഇതിൽ നമുക്ക് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിബൊന്നും തുറക്കാണ്ട് ഈസി ആയിട്ട് മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അറയാണ്. അപ്പൊ ഇത്രയ്ക്കും കള്ളികളാണ് ഇതിലുള്ളത്. പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഒട്ടിപ്പോയി, അതുകൊണ്ടാണ് പേപ്പർ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഔട്ട്ലുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തും ഇടാൻ പറ്റും. അതല്ല ഒരു വശത്ത് മാത്രമായിട്ട് ഇടണമെങ്കിലും അത്രയും നീളമുള്ള സ്ലിംഗ് ആണ്. ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ നീളത്തിലുള്ളത് വേണ്ടെങ്കിൽ ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കൊളുത്താ ഇതിങ്ങോട്ട് ഊരിയെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാം. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 495, 495. ഇതും നല്ല സോഫ്റ്റ് ആണ്. ഈ ഫ്ലോണ്ടിറ്റ് ബാഗുകളെ കുറിച്ച് പറയേണ്ട, മുമ്പൊരിക്കൽ ഞാൻ ഈ ഫ്ലോണ്ടിറ്റ് ബാഗുകൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നല്ലൊരു റിവ്യൂ തന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഫ്ലോണ്ടിറ്റിന്റെ ബാഗുകള്. അപ്പോ ഇതും ആ കമ്പനിയിൽ തന്നെ പെട്ട ബാഗാണ്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ് പിടിക്കാനായിട്ട്. ഇനി ഇതും വലിയ സ്ലിങ്ങും വേണ്ട, ഈ ചെറിയ സ്ലിങ്ങും വേണ്ടാന്ന് വെച്ചാൽ 2 ഊരി വെച്ചാല് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന പേഴ്സായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. അപ്പൊ ആദ്യം കാണിച്ചത് പീച്ചും പിങ്കും കൂടി കലർന്ന ഒരു കളറാണ്. പിന്നത്തെ ഒരു കളർ വരുന്നത് ഒരു ബീച്ച് ഷെയ്ഡാണ്. കണ്ടോ, എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്, കളർ മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ കളറ് ഈ പേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 495, 495. അപ്പോ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്